സംഭവം നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയാണ്, എല്ലാവർക്കും അറിയാം. 23 വയസ്സുള്ളൊരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു അല്ലേ? എന്തിൻ്റെ പേരിൽ? പ്രണയിച്ച് വിവാഹം കഴിച്ച് മതം മാറാൻ പറഞ്ഞ് പീഡിപ്പിച്ചതിൻ്റെ പേരിൽ. അതിനിപ്പോൾ എന്താ? എൻ്റെ മോൾക്കല്ലോ സംഭവിച്ചേ. ഈയിടെ നടന്ന ഒരു സംഭവം ഞാനൊരു രക്ഷിതാവിനോട് സംസാരിച്ചപ്പോൾ എനിക്ക് കിട്ടിയ മറുപടിയാണിത്. നമ്മളെന്തെല്ലാവരും അങ്ങനെ ചിന്തിക്കുന്നത്? എൻ്റെ മകളല്ലല്ലോ, എൻ്റെ മകനല്ലല്ലോ. അങ്ങനെ ചിന്തിക്കുന്നിടത്താണ് രക്ഷിതാവ് എന്ന നിലയിൽ നിങ്ങൾ തോറ്റുപോകുന്നത്. കാരണം ഇതേപോലെ ആയിരിക്കാം അല്ലേ ആ കുട്ടിയുടെ രക്ഷിതാവും മുമ്പ് ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം. കാരണം ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല. ഡിവിഷൻ മാറ്റിയതിൻ്റെ പേരിൽ ഒരു കുട്ടി ആത്മഹത്യ ചെയ്തു. ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഒരുപാടുണ്ടല്ലോ. കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നു. ഇരട്ടപ്പേര് വിളിച്ച് കളിയാക്കിയതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്നു. ബോഡി ഷെയ്മിങ്ങിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്നു. റാഗിങ്ങിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്നു. ഇതിൻ്റെയൊക്കെ ഉത്തരവാദി ആരാ? ചിന്തിക്കും. എന്നിട്ടും എന്തുകൊണ്ടാണ് രക്ഷിതാക്കളൊന്നും ശ്രദ്ധിക്കാത്തത്? എന്തുകൊണ്ടായിരിക്കും പിന്നെയും 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 കുട്ടികൾ ഇങ്ങനെ ചെന്ന് ചാടുന്നത്? ഇതിന് വ്യക്തമായിട്ടുള്ള മറുപടി നിങ്ങൾക്ക് തരാൻ സാധിക്കുമോ? ഉണ്ടെങ്കിൽ കമൻറ്റിൽ കൊടുത്തോളൂ. കാരണം മറ്റൊന്നുമല്ല, നമ്മൾ എപ്പോഴും, ഞാൻ പറയുകയാണെങ്കിൽ നമ്മളെപ്പോഴും സെൽഫിഷാണ്. എപ്പോഴും നമ്മുടെ കാര്യങ്ങൾ മാത്രം നോക്കി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതി അത് ഇനിയും മാറണ്ടേ? നമ്മൾ സാമൂഹ്യ ജീവിയല്ലേ? നമുക്ക് കുറച്ച് സാമൂഹ്യ പ്രതിബദ്ധതകളുണ്ട് അല്ലേ? അത് നമുക്ക് കുറച്ച് ചെറുതായിട്ട് ചിന്തിച്ചു തുടങ്ങാം. ആദ്യം എനിക്ക് പറയാനുള്ളത് കുട്ടികളോടാണ്. കുട്ടികൾ എന്ന് പറഞ്ഞാൽ കല്യാണം കഴിയാത്ത കുട്ടികൾ. ഓക്കെ, അതിൽ ചെറുതും വലുതും ഒക്കെ വരും. നിങ്ങൾ പ്രണയിക്കുന്നു, ഓക്കെ, സമ്മതിച്ചു. പ്രണയിക്കുന്നതിന് ജാതിയില്ല, മതമില്ല, പ്രായമില്ല, അതില്ല ഇതില്ല എന്ന് ഞാൻ കുറേ കേട്ടിട്ടുണ്ട്. പക്ഷെ പിന്നീടും എന്തുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഇതൊക്കെ സംഭവിക്കുന്നത്? ശരിയാണ്, സമ്മതിച്ചു, പ്രണയിക്കുന്ന സമയത്ത് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ഒരു വ്യക്തിയെ പൂർണ്ണമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമോ? പ്രണയിക്കുമ്പോൾ ഇങ്ങനെയായിരുന്നു, കല്യാണത്തിന് ശേഷം അങ്ങനെയാണ്, തെറ്റല്ലേ പറയുന്നത്? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കാതെയല്ലേ ഇതൊക്കെ ചെയ്യുന്നത്? അപ്പോൾ സത്യത്തിൽ ആരുടെ ഭാഗത്താണ് കുഴപ്പമുള്ളത്? അവനവൻ്റെ ഭാവി, അവനവൻ്റെ കാര്യങ്ങൾ എല്ലാം സ്വയം ഏറ്റെടുക്കാനുള്ള ഉത്തരവാദിത്വം ആയാൽ മാത്രം കൂടുതൽ കാര്യങ്ങളിലേക്ക് നമുക്ക് ചിന്തിച്ചാൽ മതി. ഒരാളുടെ സ്വഭാവം അറിയാതെ പെരുമാറുന്ന രീതി മാത്രം വെച്ചുകൊണ്ട് അയാൾക്ക് സ്നേഹമാണെന്ന് നമുക്ക് എങ്ങനെ ഉറപ്പിക്കാൻ പറ്റും? എന്ത് കാര്യത്തിനാണ് പ്രണയിക്കുന്നത്? ഇരുന്ന് ചിന്തിക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ സത്യത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ലക്ഷ്യം ഒന്നായിരിക്കണം. എന്തായിരിക്കണം? ഇപ്പോൾ കുട്ടികളാണെന്നുണ്ടെങ്കിൽ വളർന്ന് വലുതായി കല്യാണം കഴിക്കേണ്ട പ്രായമാകുമ്പോൾ എന്തിന് കല്യാണം കഴിക്കണം എന്നുള്ളത് വളരെ കൃത്യമായിട്ട് അച്ഛനമ്മമാരോട് ചോദിക്കണം. അറിയില്ലെങ്കിൽ അന്വേഷിച്ച് കണ്ടുപിടിക്കണം. നമുക്ക് എന്തിനാണ് ഒരു പാർട്ട്ണറുടെ ആവശ്യം? എന്തിനാണ് കല്യാണം കഴിക്കുന്നത്? ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? അന്വേഷിച്ച് കണ്ടെത്തിയതിന് ശേഷം തീരുമാനങ്ങൾ എടുക്കുക. എടുത്തു ചാടി പ്രണയം തോന്നി, അട്രാക്ഷൻ തോന്നി കല്യാണം കഴിക്കുന്നു, ഒളിച്ചോടുന്നു, ആന ചേന. എന്തിനാ ധൃതി? യഥാർത്ഥ സ്നേഹത്തിന്, യഥാർത്ഥ പ്രണയത്തിന് ഒരു ക്രൈറ്റീരിയയും ഇല്ലല്ലോ. ഉണ്ടോ? ഇല്ല. അതിന് നമ്മൾ സ്നേഹിക്കുന്നവരുടെ പോസിറ്റീവും നെഗറ്റീവും ഒക്കെ നമുക്കറിയണം. ഇപ്പോൾ കണ്ടുവരുന്നൊരു പ്രവൃത്തിയാണ് ടോക്സിക് റിലേഷൻഷിപ്പ്. ഒരാളുടെ അടുത്തു അകലാൻ പറ്റുന്നില്ല. അയാൾ പൊട്ടയാണെന്നറിയാം, നാശമാണെന്നറിയാം, പല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണെന്നറിയാം, നമ്മുടെ ഭാവിയെ തടുക്കുന്ന വ്യക്തിയാണെന്നറിയാം. എന്നാൽ പോലും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? വിട്ട് കളയാൻ പറ്റുന്നില്ല. അതിനർത്ഥം നിങ്ങൾ ടോക്സിക് ആയിട്ടുള്ള ബന്ധങ്ങളിൽ പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, തിരിച്ചറിയി. എത്ര ലേറ്റ് ആയാലും എത്ര വൈകിയാലും നിങ്ങളുടെ മാതാപിതാക്കൾ ഉണ്ടാവില്ല നിങ്ങളുടെ കൂടെ. നിങ്ങൾ എത്ര തെറ്റ് ചെയ്താലും തിരിച്ചു വിളിക്കാൻ, തിരിച്ചു വരാൻ ഇതിനൊക്കെ അവർ തയ്യാറാവുന്നേ. നിങ്ങളുടെ ഭാവി നശിപ്പിക്കുന്ന ഒരു കാര്യവും അവർ ആഗ്രഹിക്കില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക? ഒരു ബന്ധം തെറ്റാണെന്ന് ഉറപ്പായാൽ, അതിപ്പോൾ കല്യാണത്തിന് മുമ്പാണെങ്കിലും കല്യാണത്തിന് ശേഷമാണെന്നുണ്ടെങ്കിലും തിരിച്ചു വരാൻ മടിക്കരുത്. ഓക്കെ, നിങ്ങളെ ജനിക്കുന്നതിന് മുമ്പ് സ്നേഹിച്ചു തുടങ്ങിയ നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ സ്വീകരിക്കാൻ തയ്യാറാവും, നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ തയ്യാറാവും, മനസ്സിലാക്കാൻ തയ്യാറാവും. ജീവിതം അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു നിമിഷം കൊണ്ടെല്ലാം അവസാനിക്കുമെന്ന് തോന്നും. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നിങ്ങൾ ഇത്രയും വളർത്തി വലുതാക്കിയ മാതാപിതാക്കൾ എന്ത് ചെയ്തു? നിങ്ങൾക്ക് അവരോട് സംസാരിക്കായിരുന്നില്ലേ? അവരുടെ അടുത്തേക്ക് ചെല്ലായിരുന്നില്ലേ? അവർ കൂടെ നിൽക്കില്ലേ? എന്തിനും കൂടെ നിൽക്കും. പ്രത്യേകിച്ച് തങ്ങളുടെ മക്കൾ ഇങ്ങനെ അനുഭവിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഏത് മാതാപിതാക്കളാണെന്നുണ്ടെങ്കിലും കൂടെ നിൽക്കും, എന്തും ചെയ്യും.
ശരിയല്ലേ? ഒന്ന് നോക്കി നോക്ക്, ഒന്ന് ചിന്തിച്ചാൽ മതി. ഓക്കെ. പിന്നെ എനിക്ക് പറയാനുള്ളത് രക്ഷിതാക്കളോടാണ്. ഇപ്പോൾ ഞാൻ ഈ രക്ഷിതാക്കൾക്കൊക്കെ ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് പലരോടും സംസാരിക്കും, പ്രൊമോട്ട് ചെയ്യും. അപ്പം ഞാൻ കേൾക്കുന്ന സ്ഥിരം പല്ലവിയാണ്, എന്തിനതൊക്കെ പഠിക്കേണ്ട ആവശ്യം? ഞാൻ ഇത്രയും വളർത്തിയില്ലേ, ഇത്രയും വളർത്തിയ പിള്ളേരെന്നല്ലേ പോണേ, എത്ര ചെറിയ കുട്ടികളൊന്നും അല്ലല്ലോ പോണത്. അപ്പോൾ വെറും തെറ്റിദ്ധാരണയാണ് നിങ്ങൾക്ക് എല്ലാം അറിയാമെന്നുള്ളത്. വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഒരു കുട്ടിയുടെ ചിന്തകൾ എങ്ങനെയൊക്കെ പോകാം, അവരും നിങ്ങളിൽ നിന്ന് കുറേ മറച്ചു വയ്ക്കുന്ന നോക്കിയിട്ടുണ്ടായിരിക്കും, ഉറപ്പാണ്. ഓക്കെ. അപ്പോൾ ശരിയായ രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകാൻ രക്ഷിതാക്കളും ശ്രദ്ധിക്കണം. എല്ലാം കഴിഞ്ഞ് മക്കൾ കൈവിട്ട് പോയിട്ടും മരിച്ചു പോയിട്ടും കിടന്ന് കരഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ, ഒന്ന് തുറന്ന് സംസാരിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ കുഞ്ഞുങ്ങളുടെ ജീവിതമൊക്കെ നഷ്ടാവുമോ? നഷ്ടപ്പെട്ടിട്ട് എല്ലാം പോയിട്ട് നാശമായിട്ട് പിന്നെ ചിന്തിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? എന്ത് സ്ട്രഗിൾസ് ഉണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും മുന്നോട്ട് എങ്ങനെ പോകണമെന്ന് ചിന്തിക്കുക. മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം ജീവിതം, സ്വന്തം മക്കളെ വിട്ടു കൊടുക്കരുത് ഒരിക്കലും. ഇങ്ങനൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് സഹകരിക്കാത്തവരോട് സത്യത്തിൽ എനിക്ക് യാതൊരു കമ്മിറ്റ്മെൻറ്റും ഇല്ല. സഹകരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഓക്കെ. ഇപ്പോൾ ചാണക്യൻ പറഞ്ഞിട്ടുള്ളത് പോലെയാണ്, എല്ലാവരും രക്ഷിച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റുമെന്നില്ല. അർഹതയുള്ളവരെ രക്ഷിക്കുക, അർഹതയുള്ളവരെ സഹായിക്കുക. ഇതാണല്ലോ ചാണക്യനും പറഞ്ഞിട്ടുള്ളേ. നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ തയ്യാറാവാതെ നിങ്ങളെ രക്ഷിക്കാൻ ഒരാൾക്കും സാധിക്കില്ല. ഓക്കെ. ഇനിയെങ്കിലും കുട്ടികളെ വളർത്തുമ്പോൾ ശരിയായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങൾ യഥാസമയം യഥാർത്ഥ രീതിയിൽ പഠിപ്പിച്ചു കൊടുത്ത് വളർത്തിയില്ലെങ്കിൽ നാളെ ഒരു പക്ഷേ എൻ്റെ മകളല്ലല്ലോ അല്ലെങ്കിൽ എൻ്റെ മകനല്ലല്ലോ എന്ന് പറയുന്ന നിങ്ങൾ ചിലപ്പോൾ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ ശ്രദ്ധിക്കുക, സ്നേഹിക്കുക, ജീവിക്കുക. അല്ലാതെ പൈസയുടെ പിന്നാലെ മാത്രം പോയിട്ട് അവസാനം പൈസ ഉണ്ടാവും, ബാക്കി ഒന്നും ഉണ്ടാവില്ല, സമാധാനം ഉണ്ടാവില്ല, കുട്ടികൾ ഉണ്ടാവില്ല, ആരും ഉണ്ടാവില്ല. ഉള്ള സൗകര്യങ്ങൾ, ഉള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക.